പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഏപ്രിൽ മാസം 20 ആമേൻ, ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് നടത്തിയത് അല്ലേ? എത്ര അതിശയകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. ആനന്ദത്തോടെ അത്ഭുതകരമായി കഴിഞ്ഞ പകൽക്കാലം നടത്തി. എല്ലാത്തിനും കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ആരാധന അനുഗ്രഹമാക്കി തീർത്തതിന് സ്തോത്രം ചെയ്യാം. ദൈവകൃപ നമ്മുടെ കൂടെ ഇരുന്നതിന് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരുന്നതിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? സ്വസ്ഥമായി ഉറങ്ങാൻ കർത്താവ് സഹായിച്ചില്ലേ? താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ജയോത്സവമായി നടത്തുന്ന കർത്താവിന് കരമുയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞു തന്ന് ഞങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. അബ്ബാ, അങ്ങേ ആരാധിക്കുന്നപ്പ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, കൃപ വലുതാകിയാൽ സ്തോത്രം, സ്നേഹം വലുതാകിയാൽ സ്തോത്രം, വാത്സല്യം വലുതാകിയാൽ സ്തോത്രം. 96-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇങ്ങനെ പറഞ്ഞ്, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. സന്തോഷത്തോടെ ഒന്നുകൂടെ കൈകളെ ഉയർത്തി ഒരു 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ, സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ, സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി അങ്ങ് നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്തു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവെ, ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ പ്രയാസപ്പെട്ടിരിക്കുന്നത് കർത്താവ് കാണുന്നല്ലോ. കർത്താവെ, അതിൽ അത്ഭുതങ്ങളെ ചെയ്യണമേ. ഇന്ന് പകൽക്കാലം അത്ഭുതത്തിൻ്റെ പകലായി യേശുവിൻ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ. സകല ബുദ്ധിമുട്ടുകളും സകല പ്രയാസങ്ങളും മാറിപ്പോകട്ടെ. മനസ്സിനകത്തുള്ള ഭാരങ്ങൾ, ടെൻഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. ശരീരത്തിലുള്ള രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. സാമ്പത്തികമായ വിഷയങ്ങളിൽ നിന്ന് കർത്താവ് അവരെ വിടുവിക്കണമേ. ജോലിയുടെ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ. കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം നടക്കുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുക. കർത്താവ്, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസറേനായ യേശുവിൻ നാമത്തിൽ. ഓ, താങ്ക് യു. അപ്പോൾ ആ ബ്രെയിനകത്ത് ദൈവപ്രവൃത്തി ഇപ്പോൾ നടക്കട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ. അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവെ. അതുപോലെ കർത്താവെ, എല്ലാ ആർത്രൈറ്റിസിൻ്റെ സ്പിരിറ്റിനെയും യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. പ്രത്യേകിച്ച് ആമവാദത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, താങ്ക് യു ലോർഡ്. ചെറിയ ജോയിൻറ്റുകൾ നീർവെച്ച്, ചെറിയ ജോയിൻറ്റുകളിൽ വേദനയും നീർക്കെട്ടുകളുമായി കൈ വിരലുകൾ അനക്കുവാൻ കഴിയാതെ, കാൽ വിരലുകൾ ആമേൻ സ്ഥാനം തെറ്റി നിൽക്കുന്ന അവസ്ഥകൾ, ജോയിൻറ്റുകൾ ആമേൻ വളഞ്ഞുപോയ അവസ്ഥകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസറേനായ യേശുവിൻ നാമത്തിൽ ആമേൻ. ജോയിൻറ്റുകൾ നേരെയാകട്ടെ, നീർക്കെട്ടുകൾ വലിയട്ടെ, സ്പെല്ലിങ്ങുകൾ മാറി സൗഖ്യമാകട്ടെ. കർത്താവ് കൊടുത്ത പൂർണ്ണ വിടുതലിന് നന്ദി. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. കർത്താവരെ മാനിക്കണമേ. ഈ വരും ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി ലോകത്തെമ്പാടും നടക്കണം. ഈ ഭൂമിയിൽ സമാധാനമുണ്ടാകട്ടെ. തിരുനാമം മഹത്വപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 141 അതിൻ്റെ 8-ാമത്തെ ഭാഗം നമുക്ക് വായിക്കാം. സാംസ് 1:4-8. കർത്താവായ യഹോവേ, എൻ്റെ കണ്ണ് നിങ്കലേക്കാകുന്നു, ഞാൻ അങ്ങേ ശരണമാക്കുന്നു. അപ്പം ഇന്ന് 2 കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവെ, സങ്കീർത്തനക്കാരൻ പറയും, എൻ്റെ കണ്ണ് നിങ്കലേക്കാണ്. നമ്മുടെ കണ്ണ് ലോകത്തിൽ വേറെ ആരുടെ അടുക്കിലേക്ക് പോകരുത്. നമ്മുടെ കണ്ണ് കർത്താവിങ്കിലേക്ക് മാത്രമായിരിക്കണം. ആമേൻ. പലപ്പോഴും ദൈവമക്കൾക്ക് പറ്റുന്ന പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് ഹോസ്പിറ്റലിലേക്ക് പോകും, ബാങ്കുകളിലേക്ക് പോകും, മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കും,
സംഘടനകളുടെ മുഖത്തേക്ക് നോക്കും. നോ നോ നോ. കർത്താവ് പറയുക, കർത്താവെ എൻ്റെ കണ്ണ് നിങ്കലേക്കാകുന്നു. നമുക്ക് ഉറപ്പോടെ പറയാമോ? ഇന്ന് പകൽക്കാലം ഈ സൗഖ്യത്തിനായി ഞാൻ അങ്ങിലേക്ക് മാത്രമാണ് നോക്കുന്നത്. ഈ ഡെലിവറൻസിനായി അല്ലെങ്കിൽ ഈ വിടുതലിനായി കർത്താവെ ഞാൻ മറ്റൊന്നിനും ആശ്രയിക്കത്തില്ല. ഞാൻ അങ്ങിലേക്ക് മാത്രം നോക്കും. ഒരസാധാരണ വിശ്വാസം നമുക്കുണ്ടാകണം. അവങ്ങിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. അപ്പം നമ്മുടെ ഏത് വിഷയത്തിലും നമ്മുടെ കണ്ണ് കർത്താവിലേക്ക് മാത്രമായിരിക്കണം. സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ പല പ്രാവശ്യങ്ങളിൽ പറഞ്ഞു, സങ്കീർത്തനം 25:15 പറഞ്ഞു, എൻ്റെ കണ്ണെപ്പോഴും യഹോവയിലേക്ക് ആകുന്നു, എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. 121 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? 123:1 സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാക്ഷ്യം ഇതായിരിക്കണം. കർത്താവേ, എൻ്റെ കണ്ണ് നിങ്ങളിലേക്ക് മാത്രമാണ്. ഞാൻ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കത്തില്ല, ലോകത്തിൽ മറ്റൊന്നിൻ്റെയും മുഖത്തിലേക്ക് ഞാൻ നോക്കത്തില്ല. എൻ്റെ കണ്ണ് നിങ്ങളിലേക്ക് തന്നെയായിരിക്കും. ആമേൻ. അങ്ങനെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, ആമേൻ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് പലപ്പോഴും പറഞ്ഞു, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്, നിന്റെ വിശ്വാസമാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്, നിന്റെ വിശ്വാസമാണ് എന്നെ അത്ഭുതങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ വേദപുസ്തകം കാണുമ്പോൾ വിശ്വാസമുള്ളവൻ ആ മുഖത്തേക്ക് നോക്കത്തുള്ളൂ. വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ പല മുഖങ്ങളിലേക്ക് നോക്കുന്നത്. അപ്പോൾ പലരെ ആശ്രയിക്കുന്നത്, പലതിൽ എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ നോക്കുന്നത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലേ, ഞാനും നിങ്ങളും വേറെ ഒരു മുഖത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. കരുണാമയനായവൻ്റെ, വാത്സല്യവാനായവൻ്റെ, ദയയും കരുണയും നിറഞ്ഞു നിൽക്കുന്നവൻ്റെ, മനസ്സലിവുള്ള നല്ല പിതാവായ നമ്മുടെ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിയാൽ നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പലരും പല മുഖങ്ങളിലേക്ക് നോക്കുകയാണ്, പലരിൽ ആശ്രയിക്കുക, പലതിൽ ആശ്രയിക്കുക. അങ്ങനെ ആശ്രയിക്കരുത്. ആമേൻ. ദാവീദ് പറഞ്ഞു, ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ തന്നെ ആശ്രയിക്കും. നമുക്കും അതുപോലെ പറയാൻ പറ്റണം. ആമേൻ. എൻ്റെ ചുറ്റുപാടുള്ളവർ പലതിലും ആശ്രയിക്കുന്ന കർത്താവേ, അവർ സൗഖ്യത്തിനായി അതിൽ ആശ്രയിക്കുന്നു, വിടുതലിനായി, പ്രശ്ന പരിഹാരത്തിനായി അവർ പലതിൽ ആശ്രയിക്കുന്നു. എന്നാൽ ഞാൻ അങ്ങിൽ മാത്രം ആശ്രയിക്കുന്നു. ചിലർ രഥങ്ങളിൽ, ചിലർ കുതിരകളിൽ. ഞങ്ങളോ, ഞാനും എൻ്റെ കുടുംബമോ, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും, ഞാനും എൻ്റെ ഭർത്താവും, ഞാനും എൻ്റെ ഭാര്യയും മറ്റൊരു മുഖത്തോട്ട് നോക്കത്തില്ല, അങ്ങയുടെ മുഖത്തേക്ക് മാത്രമേ നോക്കത്തുള്ളൂ. അങ്ങനെ ഒരു കർത്താവിനെ തന്നെ ചലിപ്പിക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകും. കർത്താവേ, ഈ വിഷയത്തിൽ നിന്ന് പരിഹാരം തരാൻ ഞാൻ വേറെ ഒരാളെയും അന്വേഷിക്കത്തില്ല, അങ്ങയുടെ മുഖത്തേക്ക് മാത്രമേ നോക്കത്തുള്ളൂ. നീ ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഇന്ന് ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊന്നിലേക്ക് നിങ്ങളുടെ മുഖം പോകരുത്, കർത്താവിലേക്ക് മാത്രം നോക്കുക കേട്ടോ. നിശ്ചയമായിട്ടും നിങ്ങൾ ഏത് വിഷയത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയോ അതിൽ കർത്താവ് നിങ്ങളെ വിടുവിച്ചിരിക്കും. അതുകൊണ്ട് ഏത് വിഷയം ജീവിതത്തിൽ വന്നാലും, ഏതാവശ്യം വന്നാലും, ഏത് ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യം വന്നാലും ആ പൊന്മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് പറയണം, അപ്പാ ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കത്തുള്ളൂ. ഞാൻ മനുഷ്യൻ്റെ ഉപദേശം തേടി പോകത്തില്ല, മനുഷ്യൻ്റെ സഹായം തേടി പോകത്തില്ല, മനുഷ്യൻ്റെ ഞാൻ പണം തേടി പോകത്തില്ല, ഞാൻ ഈ ലോകത്തിൽ ഒന്നിനും പുറകെ പോകത്തില്ല. ഞാൻ ആ മുഖത്തേക്ക് തന്നെ നോക്കും. അങ്ങനെ സഹായിക്കും, അങ്ങനെ വിടുവിക്കും, അങ്ങെനിക്ക് ഉത്തരമരുളും, അങ്ങെനിക്ക് വഴി കാണിച്ചു തരും, അങ്ങനെ നടത്തും. അത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് നിങ്ങളുടെ ലൈഫ് മാറി മറിയാൻ പോവുക. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. നിങ്ങളൊരു അതിശയ വിഷയമായി മാറാൻ പോവുക. നിങ്ങൾ പലർക്കും അത്ഭുതമായി തീരാൻ പോവുക. ഇന്നു മുതൽ നിങ്ങൾ ആ ഒരു വലിയ വിശ്വാസത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ എന്ന് പറയണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. എൻ്റെ കർത്താവേ, എൻ്റെ കണ്ണ് നിങ്കലേക്കാകുന്നു, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.